നിങ്ങൾ പൊട്ടറ്റോ റൈസ് ഉണ്ടാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് നമുക്ക് പൊട്ടറ്റോ റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. അതിന് ആദ്യം ഇതിന് വേണ്ട മസാല പൊടിച്ചെടുക്കാം. പൊടിച്ചെടുക്കാനുള്ള മസാലയാണ് ഈ പ്ലേറ്റിൽ കാണുന്നത്. ഇതൊന്ന് വറുത്തെടുത്ത ശേഷമാണ് പൊടിച്ചെടുക്കേണ്ടത്. 4 വറ്റൽമുളക്, 2 എരിവുള്ള മുളകും 2 കാശ്മീരി മുളകുമാണ് എടുത്തത്. 1/4 ടീസ്പൂൺ വെളുത്ത എള്ള്, 1/4 ടീസ്പൂൺ മല്ലി, 5-8 അണ്ടിപ്പരിപ്പ്, 1/4 ടീസ്പൂൺ കടലപ്പരിപ്പ്, 1/4 ടീസ്പൂൺ നിലക്കടല, 1/4 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, 2 നുള്ളി പെരിഞ്ജീരകം, 1/4 ടീസ്പൂൺ കുരുമുളക്, 3 ഗ്രാമ്പു, 1 കഷ്ണം പട്ട, 1 കഷ്ണം ഏലക്കായ. ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഈ പ്ലേറ്റിൽ വെച്ച മസാലയെല്ലാം നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇവയെല്ലാം ഒന്ന് നല്ലതുപോലെ വറുത്ത് പൊടിച്ചെടുക്കണം. ഇനി ഇതൊന്ന് തണുത്ത ശേഷം പൊടിച്ചെടുക്കാം. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്ത ശേഷം അതിലേക്ക് 1 നുള്ളി ജീരകം ഇട്ട് കൊടുക്കാം. 2 നുള്ളി കടുകും ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ സവോള മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ലതുപോലെ വഴറ്റിയ ശേഷം ഇതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് ചെറുതായി മുറിച്ച് ഇട്ട് കൊടുക്കാം. അതും ഒന്ന് നല്ലതുപോലെ വഴറ്റി വേവിച്ചെടുക്കാം. അധികം വേവണമെന്നില്ല. ഇനി ഇതിലേക്ക് 2 നുള്ളി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 2 നുള്ളി കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഇവയൊന്ന് മൂപ്പിച്ചെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെള്ളവും ഒഴിച്ച് ഇതൊന്ന് മൂടി വേവിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് അധികം വേവാതെ നോക്കണം. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ വറുത്ത് മാറ്റി വെച്ച മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങിൽ ഈ മസാല പിടിക്കാൻ വേണ്ടി ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി 1 കപ്പ് ബിരിയാണിയുടെ അരി നേരത്തെ ഉപ്പിട്ട് വേവിച്ച് വെച്ചതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില മുറിച്ചത് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ പശുവിൻ നെയ്യ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം ഒന്ന് ഇളക്കിയ ശേഷം മൂടി വയ്ക്കാം. വെജിറ്റേറിയൻ ഇഷ്ടപ്പെടുന്നവർക്കും അല്ലാത്തവർക്കും പറ്റിയ നല്ലൊരു സൂപ്പർ റൈസാണ് ഇത്. നിങ്ങളും ഒന്ന് ഇതുപോലെ പൊട്ടറ്റോ റൈസ് ഉണ്ടാക്കി അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.